ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. ഇന്നത്തെ ഈ സത്സംഗം ശരിക്കും ഇന്ന് വിചാരിച്ചില്ല അങ്ങനെ ഒരു സത്സംഗം ഉണ്ടാവുമെന്ന്. പെട്ടെന്ന് തന്നെ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭാഗവതമൊന്നും വായിക്കാറുണ്ട്, അത് വായിക്കാം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. അപ്പോഴാണ് നാളത്തെ ആ സത്സംഗത്തിന് ലോറിത്തെ അവരുടെ അവിടേക്ക് എത്താൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ വല്ലാത്തൊരു വിഷമാണ്. കാരണം നമുക്കത് അങ്ങോട്ട് ആ ദിവസം അവിടെ അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ നല്ല ഒരു വിഷമാണ്. അപ്പം എന്നാലും ഭഗവാൻ നിയോഗിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ നാമം ജപിക്കൽ മാത്രം അല്ലല്ലോ. നമ്മളുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ അതിഥി ദേവോ ഭവ എന്നാണ്. അപ്പോൾ അവരെയൊക്കെ ഭഗവാനായിട്ട് കണ്ട് സ്വീകരിക്കാനും സൽക്കരിക്കാനും കഴിയുക എന്ന് വിചാരിച്ചാൽ അതും ഒരു ഈശ്വരപൂജ തന്നെയല്ലേ. അപ്പോൾ എല്ലാം ഈശ്വരപൂജയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചതാണ്, എത്ര ദിവസമായി ഇവിടെ നമ്മളെ ഗൃഹത്തിൽ വച്ചിട്ട് ഒരു സത്സംഗം ഉണ്ടായിട്ട്. എന്നാൽ പെട്ടെന്ന് പറയാം എന്ന് കരുതിയിട്ടാണ് പറഞ്ഞത്. ആരുമില്ലെങ്കിലും ഇവിടെ സത്സംഗം തന്നെ നടത്താം എന്ന് ഉറപ്പിച്ചിട്ടാണ് ചോദിച്ചത്. പക്ഷേ എനിക്ക് അത്ഭുതമായത് എന്താണെന്ന് വെച്ചാൽ വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ച പലരും എത്തിയില്ല അവിടെ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ എന്തായാലും വരുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവരാരും ഇവിടെ എത്തിയില്ല. പക്ഷേ വയ്യാത്ത കാരണം വരില്ല എന്ന് വിചാരിച്ച ശീലം അവിടെ എത്തിപ്പെട്ടു. അതെനിക്ക് ശരിക്കും വല്ലാത്തൊരു സന്തോഷം കൂടിയായി. കാരണം അത്രയൊരു ഇഷ്ടത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിപ്പെട്ടുല്ലോ ഈ സമയത്തും. അത് വല്ലാത്ത സന്തോഷം തന്നെയാണ്. നമുക്ക് ഇനിയും ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം നാമം ജപിച്ചിട്ട് നമ്മുടെ ആ ഇന്നത്തെ മഹത്വം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മളൊക്കെ പറയണ കുചേല ദിനം. അങ്ങനെ പറഞ്ഞാലേ നമുക്കറിയുള്ളൂ. കുചേല എന്ന് പറഞ്ഞാലേ നമുക്കറിയുള്ളൂ. അപ്പോൾ അതിൽ ആ ഒരു ദിവസത്തിൻ്റെ മഹത്വം എന്താണ്, എന്താണ് കുചേല ദിനത്തിൻ്റെ മഹത്വം, കുചേലൻ ആരാന്നൊക്കെ നമുക്ക് ഒന്നും കൂടി ഒന്ന് അറിയണ പോലെ നമുക്ക് അനുസ്മരിക്കാം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പാരായണം പൂർണ്ണമായിട്ട് ചെയ്യാനില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ആ ഭാഗങ്ങളെ ഒന്ന് അറിയുന്നത് പോലെ അനുസ്മരിച്ച് ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കാം. അപ്പോൾ നമുക്ക് നാമം ജപിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ,
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ശ്രീഹരയേ നമഃ. എല്ലാവരുടെയും പാദത്തിൽ വീണ്ടും നമസ്കരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുടെ പ്രതിനിധികളായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കണത്. ഞാൻ ഇവിടെ സത്സംഗത്തിന് വരുമ്പോൾ വിചാരിച്ചു ഭഗവാന് പ്രിയപ്പെട്ട ആരെങ്കിലും ഒരാളെങ്കിലും ഈ സത്സംഗത്തിലൂടെ എത്തിച്ചേരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനങ്ങനെ സത്സംഗം വരുന്നുണ്ടോ എന്നുള്ള മെസ്സേജ് അയച്ചത്. അപ്പോൾ ഭഗവാൻ ഒരാളെങ്കിലും എത്തിപ്പെടുത്തിയാൽ മതി,
ആ ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അറിയാം. എന്നാലും നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹത്തിൽ, അപ്പോൾ ഇതാ ഭഗവാന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പിച്ചോളൂ ഭഗവാന്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എത്തി വരാൻ പറ്റില്ല. പക്ഷേ നിങ്ങളെ രണ്ടാളെക്കാളും കൂടുതൽ പ്രിയപ്പെട്ട ഒരാളും കൂടി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. കാരണം ഇതുവരെയും നമ്മുടെ എന്താ പേര് പറഞ്ഞേ, ബിന്ദു ഇതുവരെയും നമ്മുടെ സത്സംഗത്തിന് വന്നിട്ടേ ഇല്ല. ഒരു അവിടെ ലോർലി തേവരുടെ അവിടെയൊന്നും വന്നിട്ടില്ലല്ലോ അല്ലേ? അല്ലാത്ത നാമജപത്തിന് ആദ്യമായിട്ടാവും. അപ്പോൾ ഒരു സത്സംഗത്തിന് അപ്പോൾ ഭഗവാൻ എന്താ കൂട്ടിക്കൊണ്ട് വന്നിരിക്കണു. എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്, നാമം ജപിച്ചോളൂ, ഞാനിതാ കൂടെ ഉണ്ട്, നാമം ജപിച്ചോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ ഇതാ കൂട്ടിക്കൊണ്ട് വന്നിരിക്കണം. അപ്പോൾ ആ ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസത്തെക്കുറിച്ചിട്ട് കുറച്ച് അറിയുന്ന പോലെ ഒരു സത്സംഗം നമുക്ക് ഇവിടെ അറിയണ പോലെ, അത്രേ പറയാൻ പറ്റുള്ളൂ. അത്ര വലിയൊരു അറിവോട് കൂടിയിട്ടല്ല, അറിയണ പോലെ നമുക്കിവിടെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഇനിയിപ്പോൾ ആരും വരാണ്ടാവില്ല, അത് ചാരിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഭാഗവതത്തിലെ ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ കഥകൾ പരീക്ഷിത്ത് മഹാരാജാവിനോട് ശ്രീശുക ബ്രഹ്മർഷി ഭഗവാന്റെ ആ കഥകൾ ഇങ്ങനെ പറഞ്ഞു വരുന്ന ആ ഒരു സന്ദർഭത്തിൽ ഓരോ കഥകൾ പറഞ്ഞ് ദശമത്തിലെത്തി. ആ ദശമത്തിലെ തുടക്കത്തിലെ ഭഗവാന്റെ ജനനം മുതൽ ബാലലീലകൾ, വൃന്ദാവന ലീലകൾ, ദ്വാരകാലീലകളൊക്കെ ഇങ്ങനെ വർണ്ണിച്ച് പിന്നീട് ബലരാമസ്വാമിയുടെ കഥകളൊക്കെ വീണ്ടും പറയാനൊക്കെ തുടങ്ങിയപ്പോൾ ഭഗവാന്റെ വിവാഹവും എല്ലാം കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ കഥകൾ പറയണതിൻ്റെ ഇടയ്ക്ക് ബലരാമസ്വാമികളുടെ ഒക്കെ കഥകൾ പറയാൻ തുടങ്ങിയപ്പോൾ നമ്മുടെയൊക്കെ പോലെ തന്നെയാണ് പരീക്ഷിത്ത് മഹാരാജാവിന് കൃഷ്ണകഥകൾ കേട്ട് മതിയാവണില്ല. ബലരാമനോട് ഇഷ്ടമില്ലാണ്ടല്ല, അപ്പം നമുക്ക് മഹാദേവനോട് ഇഷ്ടമില്ലാണ്ടോ, ഉണ്ണിഗണപതിയോട് ഇഷ്ടമില്ലാണ്ടോ, സുബ്രഹ്മണ്യ സ്വാമിയോട് ഇഷ്ടമില്ലാണ്ടോ അല്ല. പക്ഷെ കൃഷ്ണൻ്റെ കഥകൾ കേൾക്കാൻ നമുക്ക് കൊതി കൂടുതലാണ്. ആ കൃഷ്ണൻ അത്രയും നമ്മളെ ആകർഷിച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് ഭഗവാന്റെ അവതാരോദ്ദേശം. കർഷയതി ഇതി കൃഷ്ണ എന്ന് പറയും. അത്രയും നമ്മളെ ആ ഭഗവാൻ ഹഠാത് ആകർഷിച്ചിരിക്കണം. അത് കൊണ്ട് തന്നെ പറയണു ഭഗവാന്റെ കഥ, ഭഗവാന്റെ ആ മുകുന്ദൻ്റെ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ ഇനിയും വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞു തരണേ. മറ്റു കഥകൾ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനറിയാം ഭഗവാന്റെ മഹത്വം പറഞ്ഞാൽ തീരില്ല, അത്രയുണ്ട്. അപ്പോൾ ഇനിയും ഭഗവാന്റെ കഥകൾ കേൾക്കണം. കേട്ട് മതിയായില്ല, ഇനി അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഭഗവാന്റെ കഥകൾ പറഞ്ഞു തരണേ എന്ന് രാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് അപേക്ഷിക്കണ സമയത്ത് അദ്ദേഹം ശരിക്കും എന്താ ചെയ്യണേ, ശ്രീശുക ബ്രഹ്മർഷി ഭഗവാന്റെ ആ പ്രേമസമുദ്രത്തിൽ, ആ പ്രേമമായ ഭക്തിയാകുന്ന സമുദ്രത്തിൽ മുങ്ങിത്തപ്പിയിട്ട് കാരണം ഇനിയും അദ്ദേഹത്തിനും അറിയാം ഏറ്റവും വിശിഷ്ടമായതാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് അറിയാം. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യമൊക്കെ ഇപ്പോൾ ഭാഗവതം കേൾക്കുമ്പോൾ തന്നെ ആദ്യമൊക്കെ 1-ാം ദിവസവും 2-ാം ദിവസവും ഒന്നും നമുക്ക് അത്ര ഇത് തോന്നില്ല. എന്നാലും ആ വരാഹാവതാരം ഉണ്ട്, ഭദ്രകാളി അവതാരം ഉണ്ട്. എന്നാലും 3-ാം ദിവസം നരസിംഹാവതാരം വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഇഷ്ടമായി. പിന്നെ കൃഷ്ണാവതാരമായി, രുക്മിണി സ്വാമി വരെ അങ്ങനെ പറഞ്ഞ് നമ്മളെ അതങ്ങനെ വന്നിട്ട് പിന്നെ നമ്മളിലേക്ക് ആ ഭഗവാന്റെ അതുവരെയുള്ളതൊക്കെ പറഞ്ഞ കഥകളിലൂടെ നമ്മളെ ബോധിപ്പിച്ച് വന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏകാദശ സ്കന്ധത്തിലൊക്കെ കൂടിയിട്ട് പ്രധാനമായിട്ടുള്ള നമ്മൾ ചിന്തിക്കുന്ന കഥ മാത്രം കേട്ടാൽ പോരാ എന്നുള്ള നിലയ്ക്ക് കാര്യം കൂടി പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ഭാഗവതം ശ്രമിക്കണം. അതുപോലെ തന്നെ ഇനിയും പറയൂ എന്ന് പറഞ്ഞപ്പോൾ വിശിഷ്ടമായ കഥ വേണം എന്ന് വിചാരിച്ചിട്ട് ആ പ്രേമത്തിലിങ്ങനെ മുങ്ങിത്തപ്പിയിട്ട് അപ്പോഴാണ് ആ ഒരു മുത്ത് അദ്ദേഹത്തിന് കിട്ടിയത്. പവിത്രമായിട്ടുള്ള ഒരു മുത്ത്, ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളൊരു മുത്ത് കിട്ടി. അതാണ് ആ ഭഗവാൻ. അപ്പോൾ ആ കഥയാണ് പറയണത്. ഭഗവാൻ ഒരിക്കൽ ഭഗവാൻ തന്നെ പറഞ്ഞ പോലെ കൃഷ്ണസ്യാസി സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ
യദുശ്ചയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമീ തസ്യ ഭാര്യ കുചൈലസ്യ ക്ഷുക്ഷാമ ച തഥാവിധ പതിവ്രത പതിം പ്രാഹ യഥാവതനേന സാ ദരിദ്രാസീതമാനാ സാ വേപമാനാഭിഗമ്യ ച. അപ്പോൾ ആ കഥ പറഞ്ഞു തുടങ്ങുകയാണ്, ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ എങ്ങനെയാണ് പറയുക, പണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണല്ലോ കേൾക്കണം. ഭഗവാന് ഒരു ശ്രീകൃഷ്ണ ഭഗവാന് കൂട്ടുകാരുണ്ടായിരുന്നു. അതായത് ഭഗവാന്റെ കൂട്ടുകാരനായിരുന്നു എന്ന് വെച്ചാൽ ഭഗവാൻ അംഗീകരിക്കണം ആ കൂട്ടിനെ, അല്ലേ? ഭഗവാൻ അംഗീകരിക്കാത്തതല്ല. അപ്പം നമ്മളൊക്കെ പറയും ഞങ്ങൾക്കൊക്കെ നല്ല ഭക്തിയുണ്ട്, ഞങ്ങളൊക്കെ കൃഷ്ണ ഭക്തരാണെന്ന്. അപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് ആ മന്ദം ജഹാസ വൈകുണ്ഠ, ഭഗവാൻ അവിടെ നിന്ന് ഉറക്കൊരു ചിരിച്ചിരിക്കും. നിങ്ങളുടെ ആരുടെയൊക്കെയാണ് ഭക്തിയില്ലെന്ന് എനിക്കറിയാം, പിന്നെ നമ്മളോടുള്ള കാരുണ്യം കൊണ്ട് അങ്ങനെ വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഭഗവാൻ മിണ്ടാണ്ടിരിക്കുകയാണ്. ആർക്കാണ് യഥാർത്ഥ ഭക്തി എന്നുണ്ടെങ്കിൽ അവരെ ഭക്ത എന്ന് വിളിച്ച് ഭഗവാൻ തൻ്റെ നെഞ്ഞോട് ചേർത്ത് വയ്ക്കും. അങ്ങനെ ചേർത്ത് വച്ച ആ ഭക്തനാണ് ഈ സുധാമാവ്, അല്ലേ? സുധാമാവിൻ്റെ കഥകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, അല്ലേ? എന്താ കഥകൾ കേട്ടേക്കണേ? ഒരു ദരിദ്രനായിട്ടുള്ള ബ്രാഹ്മണനായിരുന്നു, അങ്ങനെയല്ലേ കേട്ടേക്കണേ? ദരിദ്രനായിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ്, ഭക്ഷണത്തിന് വകയില്ലാണ്ട് വിഷമിക്കുകയാണ്. ഭാര്യയും വിശന്ന് ദരിദ്രം അനുഭവിച്ചു, കുട്ടികളൊക്കെ വിശന്ന് കരയണു. ഇദ്ദേഹം എപ്പോഴും എന്ത് ചെയ്യും? ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കിട്ടിയാൽ ഭാര്യ എന്ത് ചെയ്യും? ഭർത്താവിന് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഭർത്താവിന് കൊടുക്കുന്നുണ്ട്. അവരൊക്കെ പഷ്ണി എടുക്കും. ഇദ്ദേഹം അത് മിഷ്ടാന്നം ഭോജിച്ച്, അല്ല പലരും പറഞ്ഞ കഥകളാണത്. മിഷ്ടാനം കഴിച്ച് ഇരിക്കും. അവർ കഴിച്ചില്ല എന്നൊന്നും അന്വേഷിക്കില്ല. ഇതൊക്കെയാണ് നമ്മൾ അറിയണ കഥകൾ. എന്നിട്ട് അവസാനം ഗത്യന്തരം ഇല്ലാണ്ടായപ്പോൾ കുചേലൻ്റെ, അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞാൽ അറിയുള്ളൂ, കുചേലൻ്റെ ഭാര്യ ചെന്നിട്ട് പറയും, അതെ നിങ്ങളൊന്ന് പോയി ആ ശ്രീകൃഷ്ണ ഭഗവാനോട് പറയുമോ, നമ്മുടെ ദാരിദ്ര്യം വിഷമമൊക്കെ ഒന്ന് ചെന്ന് പറയുമോ, അദ്ദേഹം എന്തെങ്കിലും രാജാവല്ലേ എന്തെങ്കിലും തരാണ്ടിരിക്കില്ല, വിശന്നിട്ട് വയ്യ എനിക്ക്, കുട്ടികൾക്ക് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഭക്ഷണം തരണ്ടേ എന്നൊക്കെ പറയുമ്പോഴാണ് ഭഗവാനെ കാണാനായിട്ട് പുറപ്പെടണമെന്നൊക്കെയാണ് നമ്മൾ കേട്ട കഥകൾ. പക്ഷേ ഭാഗവതത്തിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഭാഗവതത്തിലെ ഓരോ ശ്ലോകവും നമ്മൾ എടുത്ത് നോക്കേണ്ടതാണ്. അതിനു മുമ്പ് തന്നെ ഈ സുധാമാവും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിൽ എങ്ങനെയാണ് സുഹൃത്തുക്കളായി എന്നറിയണം, അല്ലേ? അപ്പോൾ സാന്ദീപനി മഹർഷിയുടെ അവിടെ ശ്രീകൃഷ്ണ പരമാത്മാവ് ആദ്യം തന്നെ ശ്രീകൃഷ്ണനേക്കാളും മുമ്പ് തന്നെ അവിടെ എത്തിയത് സുധാമാവാണ്. കുചേലനൊന്നുമല്ല, പേരെന്താണ്? സുധാമാവ് എന്നാണ് പേര്. സുധാമം എന്ന് വെച്ചാൽ നല്ലതാണ്. സുധാമം എന്ന് വെച്ചാൽ നല്ലത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നന്മയുടെ ഉറവിടമാണ് സുധാമാവ്. അപ്പോൾ ആ നന്മ നിറഞ്ഞവനാണ്. അപ്പോൾ ആ സുധാമാവ് ഗുരുകുലത്തിൽ വന്നു. അപ്പോൾ അവിടെ വന്ന് താമസിക്കുന്ന കാലത്ത് ഗുരുനാഥൻ കുട്ടികളെ വിദ്യയൊക്കെ അഭ്യസിച്ചു കൊണ്ടിരിക്കും. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ആ ഗുരുനാഥൻ അവിടെ ഇരിക്കുമ്പോൾ സന്ധ്യാവന്ദനമൊക്കെ ഇരിക്കുമ്പോൾ ആ ഒരു സന്ധ്യാവന്ദനമൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ പണ്ട് കാലത്തിട്ട്, ഇപ്പോഴല്ല, ഇപ്പോഴൊക്കെ മൊബൈലിൻ്റെ മുമ്പിലാവും. പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ എന്താ ഉണ്ടാവും? അച്ഛനൊക്കെ അങ്ങനെ ഇരിക്കും, ഊണൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു കഥ പറഞ്ഞു തരും. അച്ഛൻ ഒരു കഥ പറഞ്ഞു തരും എന്ന് പറയുമ്പോൾ നമുക്ക് ഭഗവാന്റെ കഥകളാണ് പറഞ്ഞു തരും അവരൊക്കെ. ഇന്ന് ഇവിടെ ഇരുന്ന് കഥ പറയണ്ടെങ്കിൽ അങ്ങനെ ഒരു കഥ കേട്ടതിൻ്റെ ഒരു ഗുണം കൊണ്ടും കൂടിയാണ്. അപ്പോൾ അതുപോലെ ആ ഗുരുനാഥൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഗുരുനാഥൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഈ ഗുരുനാഥൻ എന്താ പറഞ്ഞു കൊടുക്കുക? ഗുരുനാഥൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് പറഞ്ഞു കൊടുക്കുക. അവിടെ യശോദയുടെ അടുത്ത് അവിടെ അമ്പാടിയിലെ ശ്രീകൃഷ്ണൻ ബലരാമൻ എന്ന് പറഞ്ഞ 2 കുട്ടികളുണ്ട്. ആ കുട്ടികളെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കും. അവരുടെ ഓരോ കളികൾ, കാര്യങ്ങൾ, ആ പശുക്കളെ മേയ്ക്കാൻ പോണത്, അവരുടെ വെണ്ണയും പാലൊക്കെ ധാരാളം മോഷ്ടിക്കാൻ പോണത്, അതൊക്കെ ഒരു സരസമായിട്ടാണ്. അതൊരു തെറ്റ് എന്നുള്ള നിലയ്ക്കല്ല പറഞ്ഞു കൊടുക്കണേ. ആ ഒരു എല്ലാവരെയും ചൊടിപ്പിക്കാൻ ചെയ്യണൊരു ഇതാണ്. അല്ലാണ്ട് മോഷണം ഒരു കലയാക്കി ചെയ്യണതല്ല. അവനവൻ്റെ വീട്ടിലില്ലാണ്ടല്ല മറ്റുള്ളവരെ
നമ്മൾ ആർക്കും കൊടുക്കാണ്ട് നമ്മുടെ ഗൃഹത്തിലെടുത്ത് വയ്ക്കുമ്പോൾ അങ്ങനെയുള്ളതല്ല എന്ന് ഭഗവാൻ പഠിപ്പിക്കാൻ വേണ്ടി ഓരോന്നും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ലീലകളും. അപ്പോൾ അതിനെപ്പറ്റി ധാരാളം പാല് കഴിക്കും, വെണ്ണ കഴിക്കും, നെയ്യ് കഴിക്കും, ഭഗവാന് ആഹാര സാധനങ്ങളെ പറ്റിയിട്ട് ഇഷ്ടം. ഇതൊക്കെ ഇങ്ങനെ ധാരാളം ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ എല്ലാവരും കഥ കേൾക്കും, അത് കഴിഞ്ഞാൽ എണീറ്റ് പോകും. പക്ഷേ ഈ സുധാമാവിൻ്റെ ഉള്ളിൽ ആലോചിക്കുകയാണ്, ആ ഗോപന്മാരൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണ്, ആ കൃഷ്ണൻ്റെ കൂടെ കളിക്കാൻ പറ്റുന്നുണ്ട്. കൃഷ്ണൻ എന്നുള്ള ആ നാമം കേട്ട മാത്രയിൽ എന്തോ ഒരു പെടച്ചലായിരുന്നു സുധാമാവിൻ്റെ ഹൃദയത്തിൽ. ആ നാവ് ഉള്ളിൻ്റെ ഉള്ളിൽ അതിങ്ങനെ അലയടിക്കണ പോലെ ആ കൃഷ്ണനാമം. പിന്നെ ആ അദ്ദേഹത്തിൻ്റെ നാവിലും കൃഷ്ണൻ 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 കൃഷ്ണൻ, ആ നാമം കൃഷ്ണ 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 എന്നുള്ള നാമം തന്നെയാണ്. അപ്പോൾ ഗുരുനാഥനോട് ചോദിക്കും, ഗുരുനാഥ എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എനിക്ക് തരാവോ, ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്, കൃഷ്ണനെ കാണാൻ തരാവോ, കൃഷ്ണൻ്റെ അടുത്തിരിക്കാൻ തരാവോ, ആ കൃഷ്ണൻ്റെ സുഹൃത്താക്കിയില്ല എന്നുണ്ടെങ്കിലും വേണ്ടില്ല, എനിക്കൊന്ന് കണ്ടാൽ മതി, കാണാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗുരുനാഥൻ വിചാരിക്കും, ആ പ്രായത്തിലുള്ള കുട്ടികളോട് ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ കുട്ടിയെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ പറയാണ്, നമ്മൾ അവിടെ ഒരു വീട്ടിൽ പോയിട്ട് അവിടെ ചെന്നപ്പോൾ എന്തെല്ലാം മധുര പലഹാരങ്ങളാണ് തിന്നാൻ കിട്ടിയേ, എന്തെല്ലാം. അപ്പോൾ കുട്ടികളെന്താ പറയുക, എനിക്കും അവിടെ നിറയെ കളിപ്പാട്ടങ്ങളുണ്ട്, ആ കുട്ടിയെ കളിപ്പാട്ടമൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ അതേ പ്രായത്തിലുള്ള കുട്ടി ഉണ്ടെങ്കിൽ എന്താ പറയുക, അച്ഛ എനിക്ക് വേണം അങ്ങനത്തെ ഒരു കളിപ്പാട്ടം, അച്ഛൻ മേടിച്ച് തരുമോ, അമ്മ എനിക്ക് വേണം അങ്ങനത്തെ പലഹാരം അമ്മ ഉണ്ടാക്കി തരുമോ എന്നാണ് ചോദിക്കുക. പക്ഷേ ഈ കുട്ടിക്ക് വെണ്ണയോ പാലോ മധുര പലഹാരങ്ങളൊന്നും ആ കുട്ടിയെ അതൊന്നും അല്ല. ആ കൃഷ്ണനെ ഒന്ന് കാണണം, ഒരു നോക്ക് കൃഷ്ണനെ കാണണം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാണണം, ആ സുഹൃത്താവാൻ പറ്റിയിട്ടില്ലെങ്കിലും തൻ്റെ അടുത്തൊന്ന് കാണണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അത് എന്നും ഗുരുനാഥനോട് ചോദിക്കും. ഗുരുനാഥൻ പറയും, ആഗ്രഹിച്ചോളൂ, കൂടുതൽ ആഗ്രഹിച്ചാൽ അത് സഫലമാവുന്നു എന്ന് ഗുരുനാഥൻ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. പിന്നെ ആ ഗുരു ശുശ്രൂഷണവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഗുരുനാഥനും ഈ ഒരു ശിഷ്യനോട് വലിയ ഒരു സംതൃപ്തിയാണ്, വലിയ സന്തോഷമാണ്. ആ കൃഷ്ണനോട് ഒരു പ്രത്യേക വാത്സല്യമാണ് ഈ സുധാമാവിനോട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമനും കൂടിയിട്ട് അവിടെ സന്ദീപനി മഹർഷിയുടെ അവിടേക്ക് ഗുരുകുല വിദ്യാഭ്യാസത്തിനായിട്ട് വരുമ്പോൾ അത്രയും കാലം വരണു എന്ന് കേട്ടപ്പോൾ പിന്നെ ശരീരം മുഴുവനും വിറയ്ക്കാൻ തുടങ്ങി. എത്രയോ ഇതായിട്ട് കേട്ട് കൊതിച്ചു കാത്തിരിക്കുന്നതാണ്. ശരീരം മുഴുവനും വിറച്ചിട്ട് ആ കൃഷ്ണനെ കണ്ടാൽ തനിക്ക് കാണാൻ പറ്റുമോ, കാണുന്നതിന് മുമ്പ് വീണ് പോവുമോ എന്നുള്ളൊരവസ്ഥയിലായിരുന്നു സുധാമാവ്. അത്രയും ആ ഒരു ഭാവത്തോടു കൂടിയിട്ട് ആ ഭഗവാനെ കാണാനായിട്ട് ഇരുന്നു. ഭഗവാനിതാ തൻ്റെ കണ്ണിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ ആ ഭഗവാന്റെ മുമ്പിലേക്ക് എത്താനുള്ളൊരു ഇതൊന്നും തനിക്കില്ല എന്നുള്ളൊരു ഭാവത്തിൽ, താൻ ആരുമല്ല ഒന്നുമല്ല, ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നുള്ള ഭാവത്തിൽ ഗുരുനാഥൻ്റെ പിന്നിലായിട്ട് നിന്നു. അങ്ങനെ വന്നു കണ്ടു. പക്ഷേ ഗുരുനാഥൻ്റെ പിന്നിൽ നിന്നു എന്ന് വിചാരിച്ചാലും എല്ലാവരെക്കാളിലും മുമ്പ് കണ്ണൻ ഇങ്ങനെ തിരഞ്ഞു നോക്കിയത് എവിടെയാണ് സുധാമാവ് എന്നാണ്. എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കുന്ന ഭഗവാൻ അറിയാണ്ടിരിക്കുകയോ ഈ ഒരു ഹൃദയത്തിൻ്റെ അവിടെ? ഒരു പക്ഷേ ആ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പഠിക്കാൻ വന്നത് തന്നെ സുധാമാവിന് വേണ്ടിയിട്ടായിരിക്കും. അല്ലാണ്ട് എല്ലാം തികഞ്ഞിരിക്കുന്ന പ്രഭുവിന് എന്ത് പഠിക്കാനുള്ളത്? അവിടെ ഓടിച്ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീയാണ് കേട്ടോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ അംഗീകരിച്ച കൂട്ടുകാരനാണ് സുധാമാവ്. പിന്നെ അവരുടെ ഗുരുകുല വിദ്യാഭ്യാസം ഒരുമിച്ചായിരുന്നു. ആ ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം ഗുരുനാഥന് ഗുരുദക്ഷിണ കൊടുക്കേണ്ട സമയത്ത് ഗുരുനാഥനോട് ചോദിച്ചു, എന്താ ഗുരുനാഥന് ഗുരുദക്ഷിണ കൊടുക്കണം? ഗുരുനാഥൻ പറഞ്ഞു, ഞാൻ എന്ത് തന്നാലും അതിനെ സ്വീകരിക്കുക എന്നാണ് പതിവ്. പക്ഷേ കൃഷ്ണ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എൻ്റെ സമുദ്രതീരത്ത് വെച്ച് നഷ്ടപ്പെട്ടു പോയ എൻ്റെ മകനെ എനിക്ക് കൊണ്ടുവന്ന് കാണണം എന്ന് അതാണ് എനിക്ക് ദക്ഷിണയായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു. വേഗം പോയി അവിടെ ആ സമുദ്രത്തിൽ പോയിട്ട് ആ ശംഖചൂടൻ എന്നുള്ള ആ സത്വത്തിനെ വിഴുങ്ങുക ചെയ്ത കുട്ടിയെ, ആ സത്വത്തിനെ വധിച്ചിട്ട് അതിൽ നിന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയതാ ഗുരുനാഥൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഗുരുദക്ഷിണ കൊടുക്കുമ്പോൾ പറയും, ഗുരുനാഥ, ഇത് എൻ്റെ മാത്രം ദക്ഷിണയല്ല കേട്ടോ, ഞങ്ങളുടെ എൻ്റെയും ബലരാമേട്ടൻ്റെയും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ സുധാമാവിൻ്റെയും കൂടിയിട്ടുള്ള ദക്ഷിണയാണ് കേട്ടോ എന്ന് പറഞ്ഞ് 3 പേരും അനുഗ്രഹിച്ചു. പിന്നെ
നമ്മൾ കഥ പറയുമ്പോഴൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗുരുകുലത്തിൽ വച്ചിട്ട് അവില് കൊടുത്തു സുധാമാവിനും കൃഷ്ണനും കൂടിയിട്ട് അവില് കൊടുത്തു കാട്ടിൽ വിറക് പടക്കാൻ പോകുമ്പോൾ. പക്ഷെ വിശന്നപ്പോൾ സുധാമാവ് തന്നെ അങ്ങോട്ട് അവില കഴിച്ചു. അതോടുകൂടിയിട്ട് അതുകൊണ്ടാണ് ദാരിദ്ര്യം വന്നതെന്ന്. ഇതൊക്കെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരിങ്ങനെയൊന്നും ഭാഗവതത്തിൽ ഇതൊന്നുമില്ല. അവ കെട്ടിച്ചമച്ച കേവലം കെട്ടുകഥകളാണ്. അതായത് അതിൻ്റെ ഉദ്ദേശം വേറെ ആയിരിക്കും, നമ്മൾ വിചാരിക്കണ ഉദ്ദേശമാവില്ല. പക്ഷെ ഭഗവാൻ നമ്മളുടെ പോലെയൊന്നുമല്ല. നീ എനിക്ക് തരാണ്ട് കഴിച്ചു അല്ലേ, നീ എന്ന പട്ടിണി കിടക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കുമായിരിക്കും. ശത്രുതാഭാവമൊക്കെ നമുക്കേ ഉണ്ടായുള്ളൂ. നീ എന്നെ ഒരു അടി അടിച്ചു എന്നാൽ നിന്നെ 10 അടി അടിക്കും. അതിന് ആൾക്കാരെ വിടുന്ന ആൾക്കാർ നമ്മളെ ഉണ്ടാകും. ഗുരുവായൂരപ്പനെ അങ്ങനെയൊന്നുമില്ല. കാരണം യജ്ഞഭുക്കാണ് ഭഗവാൻ. ആര് എന്ത് ആഹാരം കഴിച്ചാലും അത് ആ ഭഗവാനിലേക്ക് തന്നെ എത്തിച്ചേരുക. പക്ഷേ ആലോചിച്ച് നോക്കൂ, ഇത്രയും ഗുരുഭക്തിയും ഇത്രയും സ്വഭാവനിഷ്ഠയും ഇത്രയും കൃഷ്ണഭക്തിയുള്ള സുധാമാവിന് കിട്ടിയാൽ തൻ്റേതും കൂടി ഭഗവാന് കൊടുക്കുക എന്നല്ലാണ്ട് അങ്ങനെ ഒരു ജീവൻ സ്വയം ഭഗവാന് കൊടുക്കാണ്ട് കഴിക്കില്ലല്ലോ. അതൊക്കെ വെറുതെ പറയുന്ന ഇതിനോടനുബന്ധിച്ചിട്ട് ആരോ ഉണ്ടാക്കി ചമച്ചൊരു കഥകളെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് ആ ഗുരുകുല വിദ്യാഭ്യാസ സമയത്ത് ഇതുപോലെ വിറക് കൊണ്ടുവരാനായിട്ട് പോയി. സന്ധ്യ നേരം ആവണേ ഉള്ളൂ. അപ്പോൾ വിറകില്ല എന്ന് ഗുരുപത്നി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾ 2 പേരും കൂടി പോയിട്ട് വേഗം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കുട്ടികൾ 2 പേരും കൂടി പോവുകയാണ്. ബലരാമേട്ടനും കൂടി കൂടെയില്ല, അവർ 2 പേരാണ് പോണത്. പക്ഷേ അവർ വിറകൊക്കെ ശേഖരിച്ച് കെട്ടി തലയിൽ വെച്ചിങ്ങോട്ട് നടക്കാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ശക്തമായ കാറ്റും മഴയും വന്നു. അവർക്ക് പോരാൻ സാധിച്ചില്ല. അവരൊരു മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഇരുന്ന്. അപ്പോഴേക്കും അത് കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായി. പിന്നെ അവർക്ക് രാത്രി തിരിച്ചു പോരാൻ പറ്റാത്തത് കൊണ്ട് ഭഗവാൻ തൻ്റെ ആ ഭക്തന് അങ്ങനെയാണ്, ഭഗവാന്റെ കാരുണ്യമാണത്. കാരണം തൻ്റെ ഭക്തന് മാത്രമായിട്ട് ഭഗവാൻ കുറേ സമയം അനുവദിച്ചു കൊടുത്തു. ഭഗവാനോടൊപ്പം സുധാമാവ് മാത്രം, ബാക്കി ആരുമില്ല. ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളെ മാത്രം, വേറെ ഒന്നും വേണ്ട. അതിൻ്റെ ഇടയിൽ നിന്ന് എപ്പോഴെങ്കിലും നമ്മളെ ഒന്ന് വിളിച്ച് ഒരു സെക്കൻഡ് ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലൊന്ന് നിൽക്കാൻ. ഇപ്പോൾ നമ്മളവിടെ ചെന്ന് തൊഴാനാ നിന്നു. ആ തൊഴാൻ നിന്ന വഴി അവിടുന്ന് ആ തിരുമേനി അങ്ങോട്ട് പോണ നേരത്ത് നിൽക്കൂ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ആ ചങ്ങലയാടുമ്പോൾ അതും മതി, നമുക്ക് സന്തോഷമായാലാവും. ആ ഭഗവാൻ നമുക്ക് അനുവദിച്ചു തന്നു. അങ്ങനെയുള്ള ആ ഭഗവാൻ നമ്മളെപ്പോലെയുള്ള കേവലം മനുഷ്യരായിട്ടുള്ള നമുക്ക് ഭക്തിയൊന്നുമില്ല നമുക്ക്, എന്നിട്ട് പോലും നമുക്ക് അങ്ങനെ അനുവദിച്ചു തരണമെങ്കിൽ ആ സുധാമാവിന് അനുവദിച്ചു കൊടുത്ത ഒരു യാമം മുഴുവനും ആ സുധാമാവിന് വേണ്ടിയിട്ട് ആ ഭഗവാൻ അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ രാത്രിയിൽ സുധാമാവിനും കൃഷ്ണനും സുധാമാവും കൂടി ഒരുമിച്ചിരുന്ന് ഓരോ നർമ്മസല്ലാപങ്ങൾ പറഞ്ഞ് ആ കൃഷ്ണാനന്ദത്തിൽ ലയിച്ചിരുന്ന് അവർക്ക് ഭയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ആയപ്പോഴേക്കും ഗുരുനാഥൻ അന്വേഷിച്ചു വന്നു. ആ ഗുരുനാഥൻ്റെ മുമ്പിൽ വീണ്ടും അവർ പഴയ ആ ശിഷ്യന്മാരായിട്ട് മാറി. ഗുരുനാഥൻ അനുഗ്രഹിച്ചു, നിങ്ങളെപ്പോലെ ഉള്ള ശിഷ്യന്മാർ കുറയും, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. അതാണ് ഗുരോർ അനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണ പ്രശാന്തയേത്. ആ ഗുരുനാഥൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് കഴിഞ്ഞു കൂടിയ കാലം അതിലും വലുത്. ആ അനുഗ്രഹം കൂടി ഈ സുധാമാവിന് നൽകി ഭഗവാൻ. അതിനും കൂടിയാണ് ആ തൻ്റെ സുഹൃത്തിനെ ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൂടി നൽകിയിട്ട് പൂർണ്ണനാക്കി. ഇനി ഒരിക്കലും ച്യുതി ഉണ്ടാവില്ല എന്ന് നിശ്ചയിച്ചിട്ട് പിന്നെ ആ ശ്രീകൃഷ്ണ ഭഗവാനും സുധാമാവും തമ്മിൽ കാണണേയില്ല. പിന്നെ കാണണത് ഏകദേശം ഒരു വർഷങ്ങളൊക്കെ കഴിഞ്ഞ് 2 പേരും വയസ്സായിരിക്കുന്ന സമയത്താണ്, ഒരു പ്രായമായിരിക്കുന്ന വൃദ്ധര ആ ഒരു സമയത്താണ് അവർ തമ്മിൽ കാണണത്. അതിന് കാരണം എന്താ വെച്ചാൽ ഏത് സമയവും ഭഗവാനെ പൂജിച്ച് ഈശ്വര കഥകൾ പറഞ്ഞ് അപ്പോഴാണ് ആ മഹത്വം പറഞ്ഞു കൊടുക്കണത്. ശ്രീ ശുഖബ്രഹ്മർഷി അവിടെ പറഞ്ഞു കൊടുക്കണു. കൃഷ്ണന് ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിൻ്റെ മഹത്വമാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. ആ സുഹൃത്ത് എങ്ങനെയുള്ളതാണ്? ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ. ബ്രാഹ്മണനാണ് ആ സുഹൃത്ത്. ബ്രാഹ്മണൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുലത്തിൽ ബ്രാഹ്മണൻ തന്നെ. പിന്നെ അത് മാത്രമല്ല, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചുകൊണ്ട് ബ്രാഹ്മണനാവണമെന്നില്ല. വേറെ കുലത്തിൽ ജനിച്ചവർ ബ്രാഹ്മണൻ ആവാതിരിക്കില്ല. അതൊക്കെ ഓരോ ജീവൻ്റെയും ഗതിക്കനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടു
ഈ ഭാഗവതം പ്രഭാഷണം ചെയ്യണ ഒരു മുസ്ലിം സഹോദരനെ ഞാൻ 2 ദിവസം മുമ്പ് അതിൻ്റെ ഒരു അത് അദ്ദേഹം ഭാഗവതമാണ് പ്രഭാഷണം ചെയ്യണേ. നമ്മളെക്കാൾ കൂടുതൽ ആ ഭാഗവതത്തെ അറിഞ്ഞ് പ്രഭാഷണം ചെയ്യണം. അപ്പോൾ ജനിച്ചത് എന്തെന്നുള്ളത് കൊണ്ടല്ല, അദ്ദേഹം ആ എല്ലാത്തിലും ഈശ്വരനെ കാണുന്നു. അത് വിചാരിച്ചിട്ട് അദ്ദേഹം മുസ്ലിം സമുദായത്തിലെ അവരുടെ ഈശ്വരോപാസനയെ അദ്ദേഹം എതിർക്കണമെന്നില്ല. എല്ലാം ഒന്നാണെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അതിനെ കൊണ്ട് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ശ്രേഷ്ഠം, ഇത് നികൃഷ്ടം എന്നൊന്നും കണക്കാക്കണില്ല. അപ്പോൾ അതുപോലെ ഇതാ ബ്രാഹ്മണനാണ്, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു, എന്നാൽ മാത്രമേ ആ കുലത്തിൽ ജനിച്ചതുകൊണ്ട് ആ കുലത്തിൻ്റെ മഹിമയെ വേണ്ടതുപോലെ ഉയർത്താൻ വേണ്ടിയിട്ട് ബ്രഹ്മവിത്തമ എന്ന് പറയുന്നു. ബ്രഹ്മത്തിലേക്ക് മാത്രം മനസ്സ് ചേർത്ത് വെച്ച് ലൗകിക ആസക്തി തീരെ ഇല്ലാത്തവനാണ് ആര്? സുധാമാവ്. അത് വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാജിതേന്ദ്രിയ എന്ന് പറയുന്നുണ്ട്. വിരക്ത ഇന്ദ്രിയാർത്ഥേഷു, ഇന്ദ്രിയങ്ങളിലൊക്കെ വിരക്തി വന്നു. ഇന്ദ്രിയങ്ങളിൽ വിരക്തി വന്ന ഒരു മഹർഷിയുടെ കഥ ഭാഗവതത്തിൽ പറയും. സ്വഭരി മഹർഷിയാണ്. ഇന്ദ്രിയത്തിലൊക്കെ വിരക്തി വന്നു. എന്നാലും അദ്ദേഹത്തിനൊരു ഇന്ദ്രിയങ്ങളിൽ വിരക്തി വന്നു എന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇനി ഇതൊന്നും വേണ്ട, വെള്ളത്തിൻ്റെ അടിയിൽ പോയിരുന്ന് തപസ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് യമുന നദിയുടെ അടിയിൽ പോയിരുന്ന് തപസ് ചെയ്തു. അനേക വർഷക്കാലം തപസ് ചെയ്ത് എത്ര കാലം ഇരുന്നു എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം കണ്ണു തുറന്ന മാത്രമേ മത്സ്യങ്ങളുടെ മൈഥുനം കണ്ടു. മത്സ്യങ്ങൾ. അപ്പോൾ അത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വിവാഹം കഴിക്കണം തോന്നി. അതെന്താണെന്ന് വെച്ചാൽ ആ കർമ്മവാസന ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളായിട്ട് ഉപേക്ഷിച്ചാൽ അത് പോവില്ല. അദ്ദേഹത്തിന് ആ കർമ്മയോഗം ഉണ്ട്. ഇതൊക്കെ ഇന്നത് അനുഭവിക്കണം എന്നുള്ള അനുഭവയോഗം ഉണ്ടല്ലോ, ആ അനുഭവയോഗം കഴിയാണ്ട് പോവില്ല എന്നൊക്കെ മഹാത്മാക്കളിലൂടെ ഭഗവാൻ കാണിച്ചു തരിക. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം 50 പെൺകുട്ടികളേറ്റ വിവാഹം കഴിച്ചു. ഭാഗവതത്തിൽ അങ്ങനെ പറയുന്നത്. ഒരു പെൺകുട്ടിയെ ചെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് എത്ര കാലം ഇരുന്ന് കയറി വന്നാൽ അവസ്ഥ ഉണ്ടാവും എന്നുള്ളത് ആലോചിച്ചൂടെ. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു മകളെ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഈ മഹർഷി ശപിക്കും, കൊടുക്കാനായിട്ട് മനസ്സൂല്ല. അപ്പോൾ എൻ്റെ ഏത് മോളാണ് വരണേന്ന് വിചാരിച്ചാൽ അവരെ വിളിച്ചിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. ഓ ശരി എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴേക്കും അദ്ദേഹം ആ തപശക്തി കൊണ്ട് അത് സുന്ദരനായിട്ടുള്ളൊരു യുവാവായിട്ട് മാറി. എല്ലാ പെൺകുട്ടികളും പറഞ്ഞു ഞങ്ങളും വരേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും വിവാഹം കഴിച്ചു എന്നുള്ള കഥ ഇതിൽ പറയണത് എന്തുകൊണ്ടാണ്? അത് അദ്ദേഹത്തിൻ്റെ ദോഷം കാണിക്കാനല്ല, അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നു. എത്ര വിരക്തി വന്നാലും നമ്മുടെ കർമ്മവാസന ബാക്കി നിൽക്കണുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ മഹാപാടാണ്. കാരണം കണ്ണിനെ ജയിക്കാൻ പറ്റിയില്ല. കണ്ണ് അത് കണ്ടപ്പോൾ അതിൽ ആ ലൗകിക ഭാവം ആ കണ്ണിലൂടെ കണ്ടപ്പോഴല്ലേ അദ്ദേഹത്തിന് വിവാഹം കഴിക്കണം തോന്നിയത്. അപ്പോൾ വിരക്തി ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, ജയിക്കുക വേണം. അതുകൊണ്ടാണ് പ്രശാന്താത്മാജിതേന്ദ്രിയ, ശാന്തമായിട്ട് ഇരിക്കണമെങ്കിൽ ഈ ഇന്ദ്രിയ ജയം വന്നവനെ പറ്റുള്ളൂ. അപ്പോൾ ജിതേന്ദ്രിയ, ഇന്ദ്രിയത്തെ ജയിക്കുകയും കൂടി ചെയ്തു. വിരക്തി വരികയും ചെയ്തു, ഇന്ദ്രിയ ജയം വരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇതുപോലെ എന്തൊക്കെ പ്രവൃത്തി നടന്നാലും അതൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ല. അതൊക്കെ ഭഗവാന്റെ ലീലകളായിട്ട് കാണുന്നതിലൊക്കെ ആ ഭഗവാനായിട്ടേ കാണുള്ളൂ അദ്ദേഹം. അങ്ങനെ പിന്നെന്താ ചെയ്യണേ? യദൃശ്ചയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമി. യാദൃശ്ചികമായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അന്നന്നൊക്കെയുള്ള അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹത്തിന് അറിയുന്ന ആ വിദ്യയെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അവരുടെ കയ്യിലുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ അത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടാവും. അത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അന്നന്നൊക്കെയുള്ള ഭക്ഷണമായി വർത്തമാനം ഇന്നൊക്കെയുള്ള ഭക്ഷണം. നമ്മളൊക്കെ എന്താണ് ശരിക്കും ദാരിദ്ര്യത്തിൻ്റെ നടുവിലിരിക്കണമെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയത് കൊണ്ടൊന്നും മതിയാവണില്ല അല്ലേ. ഒരു 10 കൊല്ലം മുമ്പ് നമ്മൾ കഴിഞ്ഞേക്കാളും എത്രയോ ആ സാമ്പത്തികമായിട്ട് ഉയർന്നിട്ടാണ് നമ്മളിപ്പോൾ കഴിയണത്. പക്ഷേ ആ 10 കൊല്ലം മുമ്പ് നമ്മൾ കഴിഞ്ഞതുപോലെ സുഖമായിട്ട് ആ 10 കൊല്ലം കഴിഞ്ഞ അത്രയ്ക്ക് സുഖം ഇപ്പം ഇല്ല അല്ലേ. ഇപ്പോഴും നമുക്ക് കാരണം 10 കൊല്ലം നമ്മൾ കുറേ കാലം നമ്മൾ കറണ്ടൊന്നും ഇല്ലാണ്ട് മണ്ണെണ്ണ വിളക്കിൽ അന്നും നമുക്ക് സുഖം ഉണ്ടായിരുന്നു. അന്ന് കുറച്ചും കൂടി സമാധാനം ഉണ്ടായിരുന്നു, വീട്ടിലെ കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നു. പട്ടിണിയും പരിവെട്ടായാലും കുടുംബത്തൊരു സമാധാനം ഉണ്ടായിരുന്നു, രോഗങ്ങൾക്ക് കുറവുണ്ടായിരുന്നു, പലതും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഓരോന്ന് നേടി വരും തോറും എന്താണല്ലേ നമുക്ക് ഇതൊന്നും നമ്മളുടെ കിട്ടും തോറും നമ്മുടെ സുഖസൗകര്യങ്ങൾ കൂടും തോറും നമ്മുടെ ശാന്തി കുറഞ്ഞു വരിക ചെയ്യണേ.
ഇന്ന 10 ലഭിച്ചാൽ 100 ലഭിക്കണം എന്ന് പറയണ പോലെ അതിങ്ങനെ ശാന്തി കുറഞ്ഞു വരിക ചെയ്യണം. ഇവിടെ എന്താണോ കിട്ടണത് അതുകൊണ്ട് ഒരു ദിവസം ഒരു പിടി അരിയാണോ കിട്ടി, അതുകൊണ്ട് ആ അന്നത്തെ വിശപ്പടക്കാൻ മാത്രം വർത്തമാനം, ആ വർത്തമാനകാലം നന്നായി നടന്നു പോണു. ഗൃഹാശ്രമി എന്ന് അദ്ദേഹത്തിനെ പറയുന്നുണ്ട്. ഗൃഹാശ്രമി എന്ന് പറഞ്ഞാൽ ഗൃഹത്തിൽ ഇരിക്കുന്ന ജോലികളൊക്കെ ഒരു ഗൃഹസ്ഥൻ്റെ ധർമ്മം അദ്ദേഹം അനുഷ്ഠിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കുലത്തൊഴിലായിട്ട് ആ വിദ്യയെ അഭ്യസിച്ചിരുന്നു. അത് ഗുരുകുലത്തിൻ്റെ സമ്പ്രദായം അനുസരിച്ച് തരുന്നതിനെ സ്വീകരിച്ചു. അന്നത്തെ കാര്യങ്ങൾ സുഖമായിട്ട് നാളേക്ക് സമ്പാദിച്ച് വയ്ക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അതായത് പുറമേക്കുള്ള ധനം നാളേക്ക് സമ്പാദിച്ച് വെച്ചില്ല. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എന്തായിരുന്നു? ആ കൃഷ്ണപ്രേമമായിരുന്നു സമ്പാദ്യം, അല്ലേ? അത് ജന്മജന്മാന്തരങ്ങളിലേക്കുള്ളത്. ഈ ജന്മം സമ്പാദിച്ചത് ജന്മജന്മാന്തരങ്ങളിൽ നമ്മുടെ കൂടെ വരുന്നതാണ്. ഈ സമ്പത്തൊക്കെ എത്ര കാലം വരെ നമ്മുടെ കൂടെ വരും, അല്ലേ? ശരീരം തളർന്നൊരിക്കൊക്കെ എടുക്കുമ്പോൾ പെട്ടി നിറച്ച് പൈസ ഉണ്ട്, എന്താ കാര്യമല്ലേ? അതുകൊണ്ട് എന്ത് ഗുണമുണ്ട്? ഡോക്ടർമാർ പറയും ഇതിന് എത്ര പൈസ ചിലവാക്കിയാലും ഇതൊന്നും നേരെയാവാൻ പോണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ പൈസ കൊണ്ട് എന്ത് ഗുണമുണ്ട്? അപ്പോൾ അദ്ദേഹം പറയണു പിന്നെ തസ്യ ഭാര്യ കുചൈലസ്യ, അവിടെയാണ് കുചൈലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുൽസിതമായ ചേല, അവിടെയാണ് കുചൈലം എന്നുള്ളൊരു വാക്ക് ഭാഗവതത്തിൽ ഉപയോഗിച്ചത്. അതായത് അത്ര ഒരു നല്ല വസ്ത്രമല്ല, മുഷിഞ്ഞ വസ്ത്രം കൊടുത്തവളാണ്. ക്ഷുക്ഷാമാന്നുണ്ടെങ്കിൽ മെലിഞ്ഞവള്. തഥാവിധ എന്നാ പറയണത്. അതുപോലെ തന്നെ ആരെ പോലെയായിരുന്നു? ഈ സുധാമാവിനെ പോലെ തന്നെയായിരുന്നു. ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. സുധാമാവിനെ പോലെ തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. വസ്ത്രം അത്ര മുഷിഞ്ഞ വസ്ത്രം എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് എന്താണ്, അല്ലേ? അവരേറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, ആ ദേഹബോധം നല്ലോണം ഉള്ളവരാണ്. നല്ല വസ്ത്രം ധരിക്കാനും അണിഞ്ഞൊരുങ്ങാനൊക്കെ ശ്രദ്ധിക്കുന്നവളാണ് സ്ത്രീ. അതായത് ദേഹബോധത്തോടുകൂടി ജീവിക്കണു. ഇവിടെ എങ്ങനെയാണോ എത്ര ആ ഭക്തി പതിക്ക് ഭഗവാനുള്ള പോലെ ആ പത്നിക്കും അതേ ഭക്തി ഉണ്ടായിരുന്നു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തന്നെ അങ്ങനെ ഒത്തു കിട്ടുള്ളൂ. ആ ഭർത്താവ് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു. വേഷവിധാനങ്ങളിലൊന്നും വലിയ ശ്രദ്ധ പുലർത്തിയിരുന്നില്ല എന്നുള്ളതിന് കാണിക്കാനാണ് അവിടെ. പിന്നെ ശരീരം പോഷിപ്പിച്ച് അതിൻ്റെ സുഖങ്ങൾ നോക്കി അതിനെ ഇപ്പോൾ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. ശതരൂപയുടെ കഥ പറയുമ്പോൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന് കർദമ പ്രജാപതിയുടെ കഴിഞ്ഞിട്ട് ശതരൂപ മെലിഞ്ഞ് ഉണങ്ങി വല്ലാണ്ടായി. കാരണം എന്താ വെച്ചാൽ സ്വന്തം ശരീരം കൂടി ശ്രദ്ധിക്കാണ്ടതും ദേഹബോധം മുഴുവനും മറന്നിട്ട് ഭർത്താവിനെ ശുശ്രൂഷിച്ചിട്ട് അതിസുന്ദരിയായ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ശരീരത്തിനെ മാത്രം ശരീരബോധം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ കൂടുതൽ ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയായിട്ട് ആ പത്നിയും ഭർത്താവിനെ പോലെ തന്നെയായിരുന്നു എന്നാണ് പറയണത്. പിന്നെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഒരു ദിവസം വരണു. ഈ പത്നി വരികയാണ്. എങ്ങനെയാണ്? വേപമാന, വിറച്ചു കൊണ്ട് വരികയാണെന്ന് പറയാണ്. അപ്പോൾ വിറച്ചു കൊണ്ടുവരിക. ദരിദ്രാസീതമാന, അവിടെ ദരിദ്ര എന്നൊരു വാക്ക് പറയും. ഇതൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ദാരിദ്ര്യത്തിന് എടുക്കണത്. പക്ഷേ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയിട്ട് പറയുകയാണ്, നനുബ്രഹ്മൻ, അങ്ങനെ വിളിച്ചിട്ടാണ് പറയണേ. നനുബ്രഹ്മൻ ഭഗവത സഖാ സാക്ഷാൽ ശ്രീയപ്പതി ബ്രഹ്മണ്യശ്ച ശരണ്യശ്ച ഭഗവാൻ സാത്വദർശഭ. പറയും ബ്രഹ്മൻ എന്നാണ് ഭർത്താവിന്, അതായത് ബ്രഹ്മത്തോട് കൂടി ചേർന്നിരിക്കുന്നവനെ, ആ ഭഗവാൻ, ആ ഭാഗ്യമുള്ളവനെ. അവിടുന്ന് അത്രയും കൃഷ്ണനിൽ ലയിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്ര ഒരു ലയം വന്നിട്ടില്ല, എനിക്ക് അത്രയും ഭക്തി വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ ഭക്തിയുടെ കാര്യത്തിൽ ഞാൻ ആരാണ്? ദരിദ്ര തന്നെയാണ്, അല്ലേ? നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ യഥാർത്ഥ ഭക്തി ഉണ്ടെങ്കിൽ എന്താ പറയുക? ആ ഭക്തിയോടുകൂടി ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ വിറവുകൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞൊഴുകി അങ്ങനെയുള്ളൊരവസ്ഥ വരും. അത് ഭക്തിയുടെ ലക്ഷണമാണ്. ആ ലക്ഷണത്തെയാണ് ഇവിടെ കാണിക്കണത്. എന്നിട്ട് പറയണു, ഇതുപോലെയുള്ള എന്തെങ്കിലും എനിക്ക് വേണ്ടി ഭഗവാനോട് അപേക്ഷിക്കണം. അത് പറയണു. ദ്രവിണം ഭൂരി, എന്തെങ്കിലും എനിക്ക് വേണ്ടി, ഒരു ഭക്തന് ഭഗവാനിൽ നിന്ന് എന്തേ വേണ്ടു?
ഭക്തി മാത്രം മതിയല്ലേ, ബാക്കിയുള്ളതൊന്നും വേണ്ട. ആ ഭക്തിക്ക് തടസ്സമായിട്ടുള്ളതിനൊക്കെ ഒഴിവാക്കിയിട്ട് ഭക്തി മാത്രം മതി. അപ്പം എനിക്ക് അങ്ങക്ക് ഇപ്പം ഭക്തിയുടെ ആവശ്യമൊന്നുമില്ല. അങ്ങ് ആ ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ്. അങ്ങ് ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കണം. അങ്ങ് ബ്രഹ്മം തന്നെയാണ്. പക്ഷേ ഞാൻ അത്രത്തോളം എത്തിയിട്ടില്ല. അപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. ഒരു പത്നിയെ വേണ്ടതുപോലെ പത്നിയെ വേണ്ടതുപോലെ ഉയർത്തുക എന്നുള്ളത് പതിയുടെ ഒരു ധർമ്മം കൂടിയാണ്. അപ്പോൾ അങ്ങയുടെ ധർമ്മമാണ് എന്നെ അങ്ങേപോലെ ആ ഭക്തിയിലേക്ക് ഉയർത്തണം എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടി അങ്ങ് ശ്രീകൃഷ്ണ ഭഗവാനോട് നമ്മളും പറയില്ലേ, നമുക്ക് ഭക്തിയുള്ളവരെ കാണുമ്പോൾ എനിക്കും ഭക്തി ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയണ പോലെ അതിന് വേണ്ടിയിട്ട് പറയണോ എന്നിട്ട് പല തവണ ഭഗവാനോട് അത് ദ്വാരകയിൽ വന്നിട്ടുണ്ട്. ഒന്ന് പോയി കണ്ടുകൂടെ എന്ന് പലതവണ ചോദിക്കുന്ന സമയത്താണ് കാണാനായിട്ട് പോണത്. അപ്പോൾ കാണാൻ പോണ സമയത്ത് യാചിത്യ ചതുരോ മുഷ്ടിൻ വിപ്രൻ പൃഥുക തണ്ടുലാൻ യാചിച്ചു. അതെന്താ യാചിച്ചേ? 4 പിടി അവില്. ഇങ്ങനെ ഒരു പിടി അവില്. അതാണ് അതും എന്താ ഇവിടെ ഇല്ല, വച്ചുണ്ടാക്കാനില്ല. നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടല്ല അവിടുത്തെ യാചിക്കണത്. നമ്മൾ ഭിക്ഷ യാചിച്ചിട്ട് തീർത്ഥാടനത്തിന് പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്തൊക്കെ ഈ പഴനിമലയ്ക്ക് പോണവരൊക്കെ വന്നിട്ട് പഴനിമലയ്ക്കാന്ന് ചോദിക്കും. അപ്പോൾ നമ്മളത് കൊടുക്കും. കാരണം അവനവൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട് പോയാൽ അഹംഭാവം ഉണ്ടാവും അത്രേ. അതുകൊണ്ടാണ് തൻ്റെ ദുരഭിമാനം ഒരാളോട് യാചിക്കാൻ മോശക്കേടല്ലേ നമുക്ക്. ആ ശരീരാഭിമാനം കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചെയ്യണത്. അപ്പോൾ യാചിച്ചപ്പോൾ 4 എവിടെ ചോദിച്ചിട്ടാണ്? വിപ്രന്മാരുടെ ഗൃഹത്തിൽ ചെന്നിട്ട് ആണ്. ഇതും ഒരു വിപ്രപത്നി തന്നെയാണ്. അപ്പോൾ ഒരു ബ്രാഹ്മണ സ്ത്രീ ബ്രാഹ്മണന്മാരുടെ ഗൃഹത്തിൽ ചെന്നിട്ട് തന്നെ പറയണു, എൻ്റെ ഭർത്താവ് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോവുകയാണ്, അവിടേക്ക് കൊടുക്കാൻ എന്തെങ്കിലും തരണം എന്ന് പറയണു. 4 ഗ്രഹങ്ങളിൽ നിന്ന് അവർ ഒരു പിടി അവല് കൊടുക്കുക. അങ്ങനെയാണ്. ഇപ്പോൾ ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ അവിടെയൊക്കെ വന്ന് ചോദിക്കുമ്പോൾ അരിയൊക്കെ കൊടുക്കുമ്പോൾ ഒരു പിടി അരി എടുത്ത് കൊടുക്കും. അങ്ങനെയാണല്ലോ കൊടുക്കുക. അങ്ങനെ 4 പിടി അവലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവല് മുളക്കില്ല. മണ്ണിൽ എത്ര ഇട്ട് നനച്ചതാക്കിയാൽ അവർ മുളക്കില്ല. അത് ഇടിച്ച് അതിൻ്റെ പുഴുങ്ങി ഇടിച്ച് ഇതൊക്കെ ആക്കിയിട്ടാണ് അവലാക്കിയേക്കണേ. അത് ഒരിക്കലും മുളയ്ക്കാത്ത സാധനമാണ്. അതുപോലെ നമ്മളുടെ ഭക്തി അതുപോലെ ഭഗവാന് ഭക്തി നമ്മളതുപോലെ സമർപ്പിക്കണം എന്നാണ് പറയുക. ആ ഭക്തിയിൽ വേറെ ഒന്നും പാടില്ല. ഇപ്പോൾ നമ്മൾ എന്തിനാ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രോഗം മാറണം, നമ്മുടെ ദുരിതം മാറണം, മക്കൾക്ക് നന്നാവണം, ഭർത്താവിന് നന്നാവണം, ഭാര്യയ്ക്ക് നന്നാവണം, ധനം വേണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളോട് കൂടിയിട്ടുള്ള ഭക്തിയാണ്. കാമ്യഭക്തിയാണ്. അങ്ങനെയല്ല വേണ്ടത്. ഭക്തി എന്തു വേണം? അവല് പോലെ ഇടിച്ചതാവണം, അത്രയും പരിശുദ്ധമാവണം. അതിൽ നിന്ന് വേറെ ഒന്നും പാടില്ല. ഈശ്വര ഭക്തിക്ക് അത്രയും ഒരു പവിത്രമായി തീരണം എന്ന് പറയണം. അതാണ് ഭഗവാൻ. ആ ഭക്തിയെയാണ് സമർപ്പിച്ചത്. ആ ഭക്തിയെ കൊണ്ടുപോയിട്ട് കൊടുക്കണം. ഭഗവാന് കൊടുക്കാൻ പറഞ്ഞ് കൊടുത്തേക്കണം. അവിടെ ആ ഭഗവാനെ കാണാനായിട്ട് ചെല്ലുന്ന സമയത്ത് ഭഗവാന്റെ ആ ഭക്തനോടുള്ള ഭക്തനെ കാണുമ്പോഴുള്ള ഭഗവാന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അകലേന്ന് കാണുമ്പോഴേക്കും ഓടിച്ചെന്ന് കൊണ്ടുവന്ന് കെട്ടിപ്പിടിച്ച് കൊണ്ടുവരണമെന്നൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ അവിൽപ്പൊതി അല്ലേ, അവിൽപ്പൊതി എന്തായി അവിൽപ്പൊതി? നമ്മളും അവിൽപ്പൊതിയൊക്കെ കൊണ്ടുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് അവിൽപ്പൊതി ഭഗവാൻ മേടിക്കുന്നുണ്ട്. നമുക്കത് അറിയില്ല എന്നുള്ളൂ. ഇവിടുന്ന് ഗുരുവായൂർക്ക് പോവുക. അപ്പോൾ ഞാനവിടെ മുല്ലോർലി തേവരുടെ അവിടെ നാമജപം ഉണ്ടാവുന്ന സമയത്ത് പറഞ്ഞു, അതേ നാളെ ഞാൻ ഗുരുവായൂർക്ക് പോകണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം മീന പറയും, എൻ്റെ കാര്യം കണ്ണനോട് പറയണം കേട്ടോ, എൻ്റെ കാര്യം കൂടി പറയണേ. അപ്പോൾ അപ്പോൾ ഷീലയും പറയാം, എൻ്റെ കാര്യം പറയണം കേട്ടോ, എൻ്റെ മോന് ഒരു ജോലി കിട്ടിയിട്ടില്ല കേട്ടോ, എൻ്റെ കാര്യം പറയണം കേട്ടോ സുദർശനാമേ. ഓരോരുത്തർ അവരവരുടെ കയ്യിലുള്ളത് ഈ പോണ ആളെ കാരണം അവിടെ ചെന്ന് അതിങ്ങനെ സമർപ്പിക്കുകയാണ്. അത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, എല്ലാം ഞാൻ കണ്ണനോട് പറയാം കേട്ടോ. വലിയൊരു പൊതി കെട്ടി കയ്യെ പിടിച്ചിട്ടാണ് ഞാൻ പോണത്. ഈ പൊതി കയ്യിലുണ്ട്. ഈ പൊതി കയ്യിൽ അപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴൊക്കെ നമ്മളെന്ത് വിചാരിക്കും? അപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ ഈ പൊതിയുണ്ട്. ഈ ഇവിടുന്ന് പോകുമ്പോൾ വിചാരിക്കും ഇതൊക്കെ പറയണം, അവരന്നത് പറഞ്ഞിട്ടുണ്ട്, ഇവരിതൊക്കെ ഭഗവാനോട് പറയണം എന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ ആ ഗുരുവായൂരിൽ നിന്ന് ബസ് ഇറങ്ങി ആ നടയിലേക്ക് അങ്ങോട്ട് നടക്കണോട് കൂടിയിട്ട് എല്ലാം മറന്നു.
അത് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. അവിടെ എത്തിയോട് കൂടിയിട്ട് എല്ലാം മറന്നു എന്നുള്ളതാണ്. എല്ലാം മറന്നിട്ടാണ് ഇരിക്കുന്നത്. അത് ശരിക്കും അകലേന്ന് ഭഗവാനെ കാണുമ്പോൾ ഭഗവാൻ എണീറ്റ് ഓടുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എല്ലാം മറന്നിട്ടാണ് ശരിക്കും കണ്ണുനീരിങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് ആത്മാനന്ദം അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. സഖ്യപ്രിയസ്യ വിപ്രശ്യേർ അംഗസംഗാതി നിർവൃത. ഭഗവാൻ അങ്ങോട്ട് തൊട്ടതോട് കൂടിയിട്ട് എല്ലാം മറന്നു, തൻ്റെ എല്ലാം മറന്ന് പിന്നെ നമ്മളെന്താ ചെയ്യുക? നമ്മളിതാ ഒരു ജീവച്ഛവം പോലെ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലാണ്. നമ്മളെ കൈ പിടിക്കുന്നുണ്ട്, കൊണ്ടുകൊണ്ട് അവിടെ ഇരിക്കും, ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ ഒന്നും പ്രതികരിക്കാൻ പറ്റാണ്ട് ഒരു പ്രത്യേക തരം ആനന്ദത്തിലിരിക്കണ ഒരവസ്ഥ. നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോകുമ്പോഴും അങ്ങനെയല്ല. അതുവരെ നമുക്ക് എന്തുണ്ടെങ്കിലും ഗുരുവായൂർ നടയിൽ എത്തിക്കഴിഞ്ഞാൽ, ആ ഭഗവാന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം മറന്നു. പക്ഷേ ഭഗവാൻ ഓർത്ത് വച്ചിട്ടുണ്ട്, ഇന്ന ആൾ ഇന്നത് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ആ പൃഥുക തണ്ടുലം പൊതി കെട്ടി നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിണ്ടല്ലേ, അത് ഭഗവാൻ നമ്മൾ കൊടുത്തില്ലെങ്കിലും ഭഗവാൻ അവിടെ വാങ്ങിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും വാങ്ങും. ഇങ്ങനെ ഓരോ ദിവസം എത്രയോ പേരെ എത്രയോ പൊതികൾ അവിടെ കൊണ്ട് കൊടുക്കണു. നമ്മളുടെ അതിൻ്റെ ഒരു പ്രതീകം മാത്രമാണ് നമ്മൾ കൊടുക്കുന്ന ഈ അവിൽപ്പൊതി. അങ്ങനെയുള്ള ആ അവിൽപ്പൊതിയാണ് ഭഗവാൻ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നത്. ഭഗവാന് കൊടുക്കുന്ന അവിൽപ്പൊതി ഇതാണ്. ഭഗവാനിൽ നിന്ന് നമ്മളുടെ പ്രാർത്ഥനയാകുന്ന, നമ്മുടെ പ്രേമമാകുന്ന അവിൽപ്പൊതിയാണ്. അത് നമ്മുടെ ആ ഹൃദയത്തിലിട്ട് ഇടിച്ച് അതിനെ പവിത്രമാക്കിയിട്ട് അതിൻ്റെ ആദ്യമൊക്കെ നമുക്ക് തോന്നുമ്പോൾ പല ആഗ്രഹങ്ങളോട് കൂടിയിട്ടാവും നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകുക. അത് നേരെയാവണം, ഇത് നേരെയാവണം, വീട് നേരെയാവണം. പക്ഷേ ഭഗവാന്റെ അടുത്ത് നിന്ന് നാമം ജപിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓരോന്ന് നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ നമ്മളുടെ കുറേ കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച പോലെ നടക്കും, കുറേ കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച പോലെ നടക്കില്ല. അതെന്താ കുറേ കാര്യങ്ങൾ നടക്കണത്, കുറേ കാര്യങ്ങൾ നടക്കാത്തത്? എന്നാൽ പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കണ്ടേ? പിന്നെ ഒരാൾ ചിലവർ പ്രാർത്ഥിച്ച കാര്യം നടക്കും, ചിലവർ പ്രാർത്ഥിച്ച കാര്യം നടക്കണില്ല. അതെന്താ അങ്ങനെ? എന്നാൽ എല്ലാവരും പ്രാർത്ഥനയും ഭഗവാന് വല്ല വേർതിരിവുണ്ടോ? ഒരുപോലെ വേണ്ടേ? അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അനുഭവയോഗമുള്ളത് മാത്രമേ നമുക്ക് വന്നു ചേരുള്ളൂ. അല്ലാത്തതിൽ പ്രാർത്ഥിച്ചത് കൊണ്ട് അല്ല നമുക്ക് അത് അനുഭവിക്കാൻ യോഗമുണ്ടോ? അത് വന്നു ചേരും. അത് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും വന്നു ചേരും. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ ഈ സത്യം നമുക്ക് ബോധിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഭഗവാൻ അറിയാണ്ട് ഇവിടെ ഒരു അണുപോലും ചലിക്കണില്ല. എല്ലാം ഈശ്വരേച്ഛ പോലെയാണ് വരണത്. അതിനെ തിരിച്ചറിയാൻ സാധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് മുജ്ജന്മ പ്രാരാബ്ധമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇത് ഈ ശരീരത്തിലൂടെ എനിക്ക് അനുഭവിക്കാൻ ഈശ്വരൻ തന്ന അനുഗ്രഹം തന്നെയായിട്ടാണ് കരുതേണ്ടത്. കാരണം അത് അനുഗ്രഹമാവണം. അതൊക്കെ പോയാൽ മാത്രമേ നമുക്ക് ഈശ്വരനെ ലഭിക്കുള്ളൂ. അപ്പോൾ ആ അനുഗ്രഹം തന്നെയായിട്ട് മാറണം. അങ്ങനെ ആ അനുഗ്രഹമാണ് നമ്മൾ എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു അവസ്ഥയിലും യാതൊരു ഒട്ടും നമ്മുടെ മനസ്സിന് ചഞ്ചലമില്ലാണ്ട് ദൃഢമായിട്ട്. കഴിഞ്ഞ ദിവസം ഒരമ്മ, പൂനെയിലുള്ള ഒരമ്മയാണ്. അപ്പോൾ അവിടെ ഒരു ഭാഗവതം നടക്കുന്നുണ്ട്, മാളിക ഹരിത്തിരുമേനിയുടെ. അപ്പം ഞാൻ പൂനെയിലാണ് നടക്കണേ. പൂനെ എന്ന് പേരുള്ളവർക്കൊക്കെ ഇത് അയച്ചു കൊടുത്തു. ഞാൻ ആരെങ്കിലുമൊക്കെ പോയി കേൾക്കട്ടെ, നമ്മൾ കേട്ടില്ലെങ്കിൽ കേൾക്കണവരൊക്കെ കേൾക്കട്ടെ വെച്ചിട്ട്. അപ്പോൾ ഈ അമ്മ എനിക്ക് പറയണം, എനിക്ക് പോകാൻ പറ്റില്ല സുദർശനാമ്മയെ, ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് ഈ അമ്മയ്ക്ക് ഒരു തരം ക്യാൻസറാണ്, ബോണിന്. ഇതായിട്ട് കുറച്ച് കാലമായിട്ട് അവർക്ക് കിടപ്പ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അവർ എന്നോട് പറയുകയാണ്, ഓർമ്മയില്ലേ ഇങ്ങനെയാണ്. പക്ഷേ എനിക്കത് പ്രശ്നമൊന്നുമല്ല കേട്ടോ, അതൊക്കെ എൻ്റെ ശരീരത്തിൽ വന്ന് പറഞ്ഞതല്ല, എനിക്കത് പ്രശ്നമൊന്നുമല്ല, ഞാനിന് പേടിക്കണമില്ല. കുറച്ച് കാലം കിടപ്പായിരുന്നു. പിന്നെ കുറച്ച് വാക്കറിലൊക്കെയാണ് നടന്നത്. ഞാൻ എനിക്ക് നടന്നൊക്കെ തുടങ്ങി. പക്ഷെ പൂർണ്ണമായിട്ടിത് മാറില്ല, ഇതിങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞത്. അത് ഭഗവാന്റെ ഇച്ഛയാണ്, എനിക്ക് ഒട്ടും പേടിയില്ല. എപ്പോഴാണോ ഗുരുവായൂരപ്പൻ എന്നെ കൂടെ വിളിക്കുക, അല്ലെങ്കിൽ പ്രാരാബ്ധം തീർന്നാൽ അപ്പോൾ ഭഗവാൻ എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോകണത് കാത്തിരിക്കുക ഞാൻ എന്ന് ഉറപ്പിച്ച് അവർക്ക് പറയാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? ആ ഉറപ്പ് അവർക്കുണ്ടായത് നാമം ജപിച്ചത് കൊണ്ടും ആണ്. ഭഗവാന്റെ കൂടെ നിന്ന് ഭഗവാൻ കൂടെ ഉണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ശരീരത്തിൻ്റെ പ്രാരാബ്ധം തീരണ വരെ നമുക്ക് ഇതൊക്കെ അനുഭവിക്കണം എന്നുള്ള അറിവുണ്ടായത് കൊണ്ടാണ്. അറിവില്ലാത്ത കാര്യത്തിനെ നമുക്ക് പരിഭ്രമമുള്ളൂ. ഭയം പോലും നമ്മുടെ അറിവില്ലായ്മയെന്നാണ്, അല്ലേ? ഭയമാണ് നമുക്ക്, അറിവില്ലായ്മ കൊണ്ടാണ് ഭയം ഉണ്ടാവുന്നത്.
അപ്പോൾ ഇത് അവരെന്നോട് പറയണു. അപ്പോൾ ഞാനും അവരോട് പറഞ്ഞു, എന്താ പറയാനുള്ളത്, വേറെ ഒന്നും പറയാനില്ല. ഞാനപ്പോൾ നമ്മുടെ പൂന്താന മുത്തച്ഛൻ്റെ അത് പറഞ്ഞു, വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹാമൊരിടത്ത്, കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കാണുമ്പോൾ കുതിച്ചിടുന്നു ജീവനും അപ്പോളേ. അപ്പോൾ ആ കൊതിക്കുന്ന ബ്രഹ്മത്തെ കണ്ട് കുതിക്കാനായിട്ട് കാത്തിരിക്കുകയെന്ന് വെച്ചാൽ ആ മരണത്തിനെ. അപ്പം അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മരണം ഭയപ്പെടണോ? കാരണം മരണം, ഈ ശരീരം വിട്ട ഉടനെ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാം, ഗുരുവായൂരപ്പൻ്റെ അടുത്തെത്താം. അപ്പം നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്തണം എന്ന് ആഗ്രഹം, ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുമല്ലോ. മുരളീഗാനലോല മധുരനാം ഒരു ഗായകൻ വരും വിളിക്കും, ഞാൻ പോകും വാതിൽ പൂട്ടാതെ യക്ഷണം. ഭഗവാൻ വന്നിട്ട് നമ്മുടെ കൈമ പിടിച്ചെന്നാ പോവല്ലേ എന്നാ ചോദിക്കുന്ന വഴി ഭഗവാന്റെ കൂടെ പോവാനായിട്ട് തയ്യാറായിരിക്കണം. അപ്പം എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഗൃഹം, അതൊന്നും വേണ്ട. അതൊക്കെ അതിനോടൊക്കെ വല്ലാണ്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുമ്പോൾ ആ പോകാൻ പറ്റില്ല നമുക്ക്. അതിനൊക്കെ വിട്ടു പോകാം, അപ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുള്ളൂ. ഇതൊന്നും ശാശ്വതമല്ല. ആരുടെ കൂടെ പോകണം? ഗുരുവായൂരപ്പൻ്റെ കൂടെ പോകണോ, അതല്ല വേറെ ആരെങ്കിലും കൂടെ പോകണം നമ്മൾ തീരുമാനിക്കണം. കാരണം ഗുരുവായൂരപ്പൻ്റെ കൂടെ പോകണം എന്ന് ഇതിനൊക്കെ ഉപേക്ഷിച്ച് നിന്നാൽ ഗുരുവായൂരപ്പൻ്റെ കൂടെ പോവാം. പിന്നെ തിരിച്ച് ഈ ഭൂമിയിലേക്ക് വരേണ്ട കാര്യമില്ല, ഭഗവാന്റെ കൂടെ പോയി ഭഗവാനായി തീരാം. അതല്ല ഇനിയും ജനന മരണങ്ങൾ വേണം, ഇനിയും വേണം എന്നുണ്ടെങ്കിൽ നമ്മളിതാ എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടി, എൻ്റെ ശരീരം, അത് ഇതെന്നും പറഞ്ഞ് നമ്മൾ അതിൽ ആധി പിടിച്ചിരുന്ന് കഴിഞ്ഞ് ഇവരൊക്കെ വിട്ട് അങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരുന്നാൽ അപ്പം നമ്മളെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുക ഭഗവാനല്ല. അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിച്ചിരിക്കുമ്പോൾ വേറൊരാൾ കൂട്ടിക്കൊണ്ടുവരാൻ പോയാലും, അല്ലേ? അജാമിളൻ്റെ കഥ അറിഞ്ഞൂടെ? അജാമിളനെ ഉദ്ധരിച്ചതാ യമധർമ്മം മുന്നിൽ വന്ന് നിന്നപ്പോൾ കാലൻ ഭീഷണമോടണയവേ ദുഷ്ടൻ്റെ കണ്ഠത്തിൽ നിന്നെന്തോ ഭാഗ്യവശാൽ ഭഗവൽ നാമം പുറപ്പെട്ടുപോയി. പെട്ടെന്നപ്പോൾ ഇരുമ്പുലയ്ക്ക കുഴലായി, ആലാസുപൂമാലയായി, തേറ്റ പുഞ്ചിരിയായി, പോത്തുപശുവായി, വൈവസ്വതൻ കൃഷ്ണനായി. ആ ഭഗവാൻ എന്താ വരണം പേടിപ്പിച്ചുകൊണ്ട് വരണു, കാലൻ വരണു അല്ലേ? അപ്പോൾ ഉറക്കെ നാരായണാന്ന് ഉറക്കെ വിളിച്ചു. പക്ഷെ ആ ശബ്ദം പുറത്തേക്ക് വന്നില്ല. പക്ഷേ ഉള്ളിൽ അലയടിച്ചു. അലയടിച്ച മഹാഗർത്ത ഭഗവാന്റെ ഒരു പര്യായമാണ്. സഹസ്രനാമം ചെല്ലണവരാണെങ്കിൽ അറിയാം മഹാഗർത്ത. ആ ഗർത്തത്തിൻ്റെ ഉള്ളിൽ അലയടിച്ചപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് 4 നാമല്ലേ, 4 രൂപത്തിലാണ് വന്നു. ഓരോ നാമാക്ഷരം ഓരോ രൂപത്തിലായിട്ട് വന്നു. അപ്പോൾ എന്താ, പെട്ടെന്നപ്പോൾ ഇരുമ്പുലയ്ക്ക കുഴലായി, ആ ഇരുമ്പുലയ്ക്ക കൊണ്ട് അടിച്ച് കയറുകൊണ്ട് കെട്ടി വലിച്ചു കൊണ്ടുപോകാനാണ് വന്നത്. ആലാസ് കെട്ടി വലിക്കാൻ പോണ ആലാസ് പൂമാലയായി, തേറ്റ പല്ലൊക്കെ എന്ത് ചെയ്തു, തേറ്റ പുഞ്ചിരിയായി, പോത്തു പശുവായി, വൈവസ്വതൻ കൃഷ്ണനായി. അങ്ങനെ ആ ഭഗവാന് അമിതമായിട്ടുള്ള ആസക്തി ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെ കൂടെ പോകേണ്ടി വരും, അതില്ലെങ്കിൽ ആരുടെ കൂടെ പോകേണ്ടി വരും. ഇത് നമ്മളാ തീരുമാനിക്കുക. ആരുടെ കൂടെ പോകണമെന്ന് ആഗ്രഹം വെച്ചാൽ അതുപോലെ ആവാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആ ഭഗവാന്റെ അടുത്ത് ചെന്നു ആ സുദാമാവ്. പിന്നെ ആ സുദാമാവ് അവിടെ ചെന്ന് ആ സുദാമാവിനെ 2 വിധത്തിൽ അതിനെ അനുസ്മരിക്കുക കേട്ടോ. സുദാമാവ് ചെന്ന് വല്ലാത്ത ആ ഭഗവാന് സുദാമാവിനോടുള്ളൊരു പ്രേമം കാണുമ്പോൾ, ഭക്തന്മാരോട് അമിതമായിട്ടുള്ള ആസക്തി ഭഗവാന് കാണുമ്പോൾ ഒരാളുടെ ഹൃദയം ഇങ്ങനെ പിടിക്കും. ആരുടെയാണെന്നറിയോ? ലക്ഷ്മി ദേവിയുടെ. എന്നെ വിട്ടു പോവോ എന്നൊരു പേടി. ലക്ഷ്മിക്ക് വല്ലാത്ത പേടിയാണ്. അപ്പോൾ ഈ ലക്ഷ്മിയുടെ ഒരു കഥ വൃന്ദാവനത്തിൽ വെച്ച് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഏതെങ്കിലും ഒരു ഭക്തൻ വല്ലാണ്ട് ഭഗവാൻ അങ്ങടെ ആ ഭക്തനോടൊരു പ്രീതി തോന്നി തുടങ്ങിയാൽ അപ്പോൾ മഹാലക്ഷ്മി അങ്ങടെ അനുഗ്രഹിക്കുകയായി. അപ്പോൾ അവർക്ക് ധാരാളം ധനവും സമ്പത്തൊക്കെ വരും. ഇതങ്ങോട്ട് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ആ ഭഗവാനെ മറന്ന് അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ ഭഗവാൻ ലക്ഷ്മിയെ വിട്ടു പോവില്ല. അങ്ങനെ ഒരുപാട് ഭക്തന്മാരെ ഭഗവാനിൽ നിന്നും അകറ്റി എന്നുള്ള ഒരു മഹാപാപാത്രേ മഹാലക്ഷ്മി ചെയ്തത്.
അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണാവതാര സമയത്ത് വൃന്ദാവനത്തിലേക്ക് മഹാലക്ഷ്മിക്ക് പ്രവേശനമില്ല അത്ര. രാധയുള്ളിടത്തേക്ക് ലക്ഷ്മിക്ക് പ്രവേശനമില്ല. കാരണം രാധ എന്ന് പറഞ്ഞാൽ പരമപ്രേമാണ്. അപ്പോൾ പ്രേമം ഭഗവാനോട് പ്രേമം ഉള്ളിടത്തേക്ക് ലക്ഷ്മിയെ പ്രവേശിപ്പിക്കുകയില്ല എന്നാണ് പറയണത്. ലക്ഷ്മി പ്രവേശിച്ചാൽ അവിടെ പിന്നെ പ്രേമം ഉണ്ടാവില്ല എന്നാണ്. അപ്പം ഇവിടെയും മഹാലക്ഷ്മി എന്ത് ചെയ്തു, ഭഗവതി എന്ത് ചെയ്തു, ശ്രീദേവി എന്ത് ചെയ്തു, തൻ്റെ ശ്രീധാമാവാക്കി മാറ്റി. അതായത് ശ്രീയാകുന്ന ധാമം കൊണ്ട് സുധാമാവിനെ കെട്ടിയിട്ട് ശ്രീധാമാവാക്കി മാറ്റി. കാരണം ഇഷ്ടംപോലെ ധനവും ഐശ്വര്യവും കൊട്ടാരവും ഒക്കെ കൊടുത്തു. അവിടെ തിരിച്ച് ഭഗവാനോട് ഒന്നും ചോദിച്ചില്ല, പറഞ്ഞില്ല. ഭഗവാന് എല്ലാം അറിയണ ഭഗവാനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? തിരിച്ച് തൻ്റെ ഇല്ലത്തേക്ക് എത്തിയപ്പോൾ അവിടെ ഇല്ലൊന്നും കാണാനില്ല. ആ സ്ഥലത്ത് വലിയൊരു കൊട്ടാരമാണ്. അവിടെ നിറയെ പരിചാരകന്മാരുണ്ട്, നിറയെ ഭക്ഷണ സാധനങ്ങളുണ്ട്. വസ്ത്രങ്ങളൊക്കെ ഭാര്യ അണിഞ്ഞാണ്, പട്ടുവസ്ത്രമൊക്കെ അണിഞ്ഞിട്ട് മഹാലക്ഷ്മി തന്നെ മുന്നിൽ വന്ന് നിൽക്കണ പോലെ തോന്നി പത്നിയെ കണ്ടപ്പോൾ. എന്നാൽ അതിൽ പരിഭ്രമിച്ചോ, ആ സ്വത്തിൽ കണ്ടിട്ട് കണ്ണ് മഞ്ഞളിച്ചോ, ഒന്നുമില്ല. എങ്ങനെയാണോ മുമ്പ് തൻ്റെ പത്നിയെ കണ്ടത് അതുപോലെ തന്നെയാണ് ആ സുധാമാവ് ആ പത്നിയെ അപ്പോഴും കണ്ടത്. അതുപോലെ തൻ്റെ പതിയെ മുമ്പ് എങ്ങനെയാണോ ആ പത്നി കണ്ടത് അതുപോലെ തന്നെയാണ് തിരിച്ചും കണ്ടത്. ഈ സ്വത്തുകളോ അതിലൊന്നും ആസക്തി ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ സുധാമാവിന് ച്യുതി ഉണ്ടായില്ല. സുധാമാവിൻ്റെ അടുത്ത് മഹാലക്ഷ്മി തോറ്റുപോയി എന്നാണ് പറയണത്. ലക്ഷ്മി മുമ്പേ അവിടെ ചെന്ന് വസിച്ചു എന്നാണ് പറയണത്. കാരണം ഭഗവാൻ എപ്പോഴും ഭക്തൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ മഹാത്മാക്കളെ അനുസ്മരിച്ച് കേൾക്കാം. അപ്പം അതുകൊണ്ട് നമ്മൾ പറയണ പോലെ കേവലമായിട്ടുള്ള ലൗകികമായിട്ടുള്ള ധനത്തിന് വേണ്ടിയിട്ടോ കുറേ വിൽക്കിഴി നേദിച്ചാൽ കുറേ ധനം ഉണ്ടാവും ഭഗവാൻ അങ്ങനെ വേണ്ടിയിട്ടല്ല. നമ്മളൊക്കെ നിത്യം പാടി കേൾക്കുന്ന കഥകൾ അങ്ങനെ വരുന്നതുണ്ടെങ്കിൽ അത് ഓരോരുത്തരും അവരവരുടെ ആ മനോഭാവത്തിനനുസരിച്ചിട്ട് എഴുതിയുണ്ടാക്കണതാണ്. ഇപ്പോൾ ഭാഗവതം കഥ തന്നെ പറയുന്നത് കേൾക്കുമ്പോൾ പലരും പല വിധത്തിലാണ് പറയുക. കാരണം അവരവരുടെ ആ ഒരു മനോഭാവത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ ദേഷ്യവും കുശുമ്പും വഴക്കും വക്കാണൊക്കെ വെച്ചാൽ അത് വഴക്കും വക്കാണൊക്കെ ആയിട്ട് പറയും. ഒരിക്കൽ ഒരു ഭാഗവത സപ്താഹത്തിൽ കേട്ട കാര്യമാണ് ഞാൻ. ഭഗവാൻ രാസലീല ആടി, പറയാൻ പാടില്ലാത്തത് എന്നാലും പറഞ്ഞു പോവുക. ഭഗവാൻ രാസലീലയാടിപ്പം മറിഞ്ഞു പോകാൻ കാരണം ഈ ഗോപികമാരൊക്കെ ഇതാണോ പറഞ്ഞു കൊടുക്കണ്ടേ ഭാഗവതത്തിൽ? എനിക്ക് സങ്കടം വന്നു പോയി. അത്രയും മഹാത്മാവാ പറഞ്ഞത്. ഹൈഹീല് ചെരുപ്പിട്ട് ഭഗവാന്റെ കാലിലിങ്ങനെ ചവിട്ടി ഇത്ര, എന്നിട്ട് വേദന സഹിക്കാൻ പറ്റാണ്ടാണ് മറിഞ്ഞു പോയി. തമാശ പറയണതാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ. ഇത്രയും ഗൗരവമുള്ളൊരു കാര്യം പറയുമ്പോൾ ഇതുപോലെ വില കുറഞ്ഞ തമാശ പറഞ്ഞിട്ട് അതിൻ്റെ മഹത്വം ഇല്ലാണ്ടാക്കല്ലേ ചെയ്യണം ഈ തമാശയൊക്കെ. കാരണം എന്താണെന്നറിയോ, ലൗകികമായ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞു എന്നുവെച്ചെങ്കിൽ ഈ കേൾക്കുന്ന നമ്മളെല്ലാവരും ലൗകികമായ ആസക്തിയിൽ മുങ്ങിക്കഴിയണവരാ. അപ്പോൾ ലൗകികമായ തമാശകൾ അതിനുള്ളിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈശ്വര കാര്യങ്ങളെക്കാൾ കൂടുതൽ ഈ പറഞ്ഞ തമാശയാണ് പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുക. ആ ലൗകിക ആസക്തിയും അതിൻ്റെ ചിന്തകളെ വിട്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈശ്വര കഥകൾ പറയേണ്ടത്. അപ്പോൾ എപ്പോഴും ഈശ്വര കഥകൾ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ പറയണ ഓരോ വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കിയിട്ട് യഥാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മളെപ്പോഴും അതുതന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയുള്ള ആ കഥകളെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. ഇപ്പോൾ നൊച്ചൂർ സ്വാമികളെ പോലെയുള്ളവരൊക്കെ പറയുമ്പോൾ അദ്ദേഹം എപ്പോഴും ഉദാഹരണം പറയുക അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ രമണ മഹർഷിയുടെ ഉദാഹരണങ്ങൾ പറയും. മഹാത്മാക്കളായവരുടെയൊക്കെ ധാരാളം ചരിതങ്ങൾ പറഞ്ഞിട്ടാണ് ഉദാഹരണം പറയാം. അപ്പം നമുക്ക് പൂർണ്ണമായിട്ടും ആ മനസ്സിലേക്ക് അതങ്ങോട്ട് എത്തിച്ചെല്ലും. മറ്റുള്ള കഥകൾ കേൾക്കുമ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ 1 മണിക്കൂർ കഥ പറയുകയാണ്. ആ 1 മണിക്കൂർ കഥ പറയണേൽ 55 മിനിറ്റും നമ്മൾ ഭഗവാന്റെ കഥകൾ പറഞ്ഞ് 5 മിനിറ്റ് മാത്രം ലോകവർത്തമാനം പറഞ്ഞു. ആ ലോകവർത്തമാനമായിരിക്കും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുക. കാരണം നമ്മൾ അതിലാണ് നിൽക്കണേ. അതുകൊണ്ട് നമ്മുടെ മനസ്സെപ്പോഴും അതിലേക്കേ പോവുള്ളൂ. അതിൽ നിന്ന് മനസ്സിനെ വേർപെടുത്തിയിട്ട് ആ ഈശ്വര പാദങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഓരോ കഥകളും. അതിനു വേണ്ടി ആ കഥകളുടെ ഉള്ളിലുള്ള കാര്യത്തെ, ആ തത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അങ്ങനെ ആ സുധാമ ചരിതം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞു. 2 അധ്യായങ്ങളെ കൊണ്ടാണ് 80, 81 2 അധ്യായങ്ങളെ കൊണ്ടാണ് ഭാഗവതത്തിൽ ഈ ഒരു കഥ പറയണത്. അത് കഴിഞ്ഞ് അതിൻ്റെ അവസാനം
ഇതിൽ പറയണത് സുധാമാചരിതം എന്ന് സീതാമാചരിതം എന്നാണ് പറയണത്. അതിൽ പറയണത് സീതാമാചരിത, അതായത് ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർത്ഥേ സീതാമാചരിതം നാമ അശീതിതമോധ്യായ എന്ന് വെച്ചാൽ സീതാമ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മഹാലക്ഷ്മി ധാമം കൊണ്ട് ബന്ധിച്ച് എന്നുള്ള ഭാവത്തിലാണ് സീതാമാചരിതം എന്ന് പറയുന്നത്. സുധാമാവ് എന്നും കൂടി പറഞ്ഞിട്ടില്ല. പിന്നെ കുചേലൻ എന്ന് നമ്മൾ പറയണത് മുഷിഞ്ഞ ചേല ധരിച്ച ആൾ എന്നുള്ള അർത്ഥത്തിലാണ് കുചേലൻ എന്ന് പറയുന്നത്. അപ്പം അതും ഭഗവാന്റെ ഒരു കാരുണ്യം ആലോചിച്ച് നോക്കൂ. ആ ഭക്തൻ്റെ കൂടെ കൂടിയപ്പോൾ ആ ചേലയ്ക്ക് പോലും എത്ര മഹത്വം ഉണ്ടായി. ആ ചേലയുടെ പേരിലാണ് ഭക്തൻ അറിയപ്പെടുന്നത്. അപ്പോൾ ഭക്തനൊപ്പം അചേതനമായിട്ടുള്ള ചേല പോലും ഭക്തൻ്റെ ഒപ്പം ഉയർത്തപ്പെട്ട് ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ കുചേലോപാഖ്യാനം, അങ്ങനെ കുചേല ദിനം, അങ്ങനെയെല്ലാം കേൾക്കേണ്ടത്. ആ ചേലയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം, ഭഗവാൻ ഭക്തനോട് കൂടിയ എന്തിനേയും ഭക്തനെ പോലെ തന്നെ ഉയർത്തി നിർത്തും എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഉദാഹരണം കൂടിയാണ് അത്. അപ്പം അങ്ങനെയുള്ള ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു കഥ ഇവിടെ അനുസ്മരിക്കാനായിട്ട് ഭഗവാൻ അനുവദിച്ചു തന്നതിന് ഭഗവാന്റെ പാദത്തിലും ഇത് കേൾക്കാനായിട്ട് ഭഗവാൻ ഇവിടെ കൊണ്ടുവന്നിരുത്തിയ നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദത്തിലും മനസ്സുകൊണ്ട് നമസ്കരിച്ചിട്ട് ഈ അക്ഷരപ്പൂക്കളെല്ലാം ഭഗവാന്റെ പാദത്തിലും നിങ്ങളുടെയൊക്കെ പാദത്തിലും പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ. നമ്മൾ എപ്പോഴും ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ധനമല്ല വേണ്ടത്, ആ ഈശ്വരനെ അറിയാനായിട്ട്. ശ്രീ എന്ന് പറഞ്ഞാൽ ശരിക്കും ശ്രീയുടെ ഗോപ്യമായ അർത്ഥം രാധ എന്നാണ്. പരമപ്രേമമാണ് ശ്രീ എന്ന് പറഞ്ഞാൽ. ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആ പ്രേമസ്വരൂപനായിട്ടുള്ള കൃഷ്ണൻ എന്നാണ്. അപ്പോൾ അതാണ് നമ്മൾക്ക് അനുഭവമാവേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ആ ശ്രീകൃഷ്ണ പരമാത്മാവിലെ പരമമായ പ്രേമം, നിസ്വാർത്ഥമായ നിഷ്കപടമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള പ്രേമം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ ജയ ശ്രീ രാധേശ്യാം. രാധേശ്യാം രാധേശ്യാം. ഒരുപാട് സന്തോഷം.